ഹലോ, പ്ലീസ് ഫീൽ അറ്റ് കേസ് മിസ്റ്റർ ലിങ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയുടെ ആദ്യത്തെ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറി എന്തായെന്നൊന്ന് നോക്കിയാലോ. അതിനു മുന്നേ ഡ്രാമയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. അടുത്തതായി നമ്മൾ കാണുന്നത് ആൻ ജോലി ചെയ്യുന്നിടത്തേക്ക് ആരോ അവൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് കൊടുത്തയക്കുന്നതാണ്. കൊടുത്തയച്ച ആളുടെ ഒരു ചെറിയ ഡീറ്റെയിൽസ് പോലും അതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ആ ഒരു ഗിഫ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. സാധാരണ ആനിൻ്റെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ലിന്നിനെ ജലസടിക്കേണ്ടതാണ്. എന്തോ അവന് യാതൊരു മാറ്റവുമില്ല. ഇതേ സമയം അവനൊരു കോൾ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൾക്കുള്ള ഗിഫ്റ്റ് മുഴുവൻ കൊടുത്തയച്ചത് അവൻ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആൻ ഉറക്കം എണീറ്റ് വരുമ്പോൾ ലിന്ന സോഫയിലായിട്ടിരിക്കുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ടേബിളിലായി ഒരു ലെറ്റർ കാണുന്ന ആൻ ഇതെന്താ നിൻ്റെതാണോ എന്ന് അവനോട് ചോദിച്ച് മുകളിലേക്കാക്കി പിടിക്കുന്നുണ്ട്. അവൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കി അവൾ അവൻ്റെ മേലിലോട്ടായി വളരെ ക്ലോസ് ആയി തന്നെ വീഴുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഒന്ന് റൊമാൻറ്റിക്കായി നോക്കിയിരിക്കെ നിന്നെ കാണുവാൻ ഇന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ലിൻ അവളോട് പറയുന്നതും അവൾ മാറിയിരിക്കുന്നുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച് ലിൻ അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ചതും അവൻ അവളെ അടുത്തേ കൈ പിടിക്കുന്നുണ്ട്. അടുത്തേ കൈ പിടിച്ചു മാത്രമല്ല നൈസിൽ അവൻ അവളെ ഒന്ന് കിസ് ചെയ്യുന്നുമുണ്ട്. അവൻ അവളോട് സംസാരിക്കാൻ വരുമ്പോൾ മിണ്ടിപ്പോകരുത്, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പതിയെ ഡോറ് തുറന്ന് ലിന്നിനെ നോക്കുമ്പോൾ അവൻ അപ്സെറ്റ് ആണെന്ന് കാണുന്ന ആൻ കിച്ചണിൽ പോയി ഐസ്ക്രീം എടുത്ത് അവന് നേരെ നീട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അതെ, നല്ല ചൂടാണ്, ഇതിന് നല്ല ആവശ്യമുണ്ടെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്ത് ചെറിയൊരു ചിരി വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒത്തിരി നേരമായിട്ടും ആനിനെ കാണാത്തതിൽ ടെൻഷനായിരിക്കുന്ന ലിന്നിനെയാണ്. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അസിസ്റ്റൻ്റ് വന്നതും അവർ രണ്ടുപേരും ആനിനെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ഇതേ സമയം ആനിനെ അന്ന് ഉപദ്രവിക്കാൻ വന്നിരുന്നില്ലേ, അയാൾ അവളോട് മാപ്പ് പറയുന്ന കണക്കിന് എന്തൊക്കെയോ വളരെ കുറ്റബോധമുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. അവൻ ജെന്യുയിൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കരുതി ആൻ അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് അവൻ ആനിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും എല്ലാ തവണത്തെ പോലെയും ലിൻ അവിടെ എത്തി അവളെ അവനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അവന് കുറച്ച് പരിക്കും പറ്റുന്നുണ്ട്. വീട്ടിലെത്തിയ ലിൻ എന്തിനാണ് നീ അവനെ വീണ്ടും മീറ്റ് ചെയ്യാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് അവൾ അവനക്ക് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൻ അടുത്ത ദിവസം എല്ലാ തവണത്തെ പോലെയും ഡെലിവറി ചെയ്യുവാൻ വേണ്ടി പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ വെച്ച് കയ്യിൽ കുറച്ച് ഫ്ലവറുമായി ലിൻ അതിലൂടെ പോകുന്നത് കണ്ട ആൻ അവൻ്റെ പുറകെ പോകുവാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി അവളെ തടയുന്നുണ്ട്. അവൾ അപ്പോഴേക്കും അവൻ ഏത് ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന് നോക്കിയിരുന്നു. അങ്ങനെ അവളെ പോകുവാൻ അനുവദിക്കാത്തതിനാൽ തന്നെ അവൾ അവിടെ നിന്ന് പോകുവാൻ തിരിഞ്ഞതും അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി ലിഫ്റ്റിൽ കയറി പോകുന്നുണ്ട്. അവളും 7th ഫ്ലോറിലേക്കാണ് പോകുന്നത് എന്ന് കാണുന്ന ആനിൻ്റെ മുഖം ആകെ മാറുന്നുണ്ട്. അവൾക്ക് ലിന്നിൻ്റെ മേൽ ചെറിയൊരു തെറ്റിദ്ധാരണയും വരുന്നുണ്ട്. ശരിക്കും അവിടെ നടക്കുന്നത് ലിന്നിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവൻ്റെ സഹോദരനെ ആക്കുവാൻ തീരുമാനിച്ച വിവരം അസിസ്റ്റൻ്റ് അവനെ അറിയിക്കുവാൻ വേണ്ടി വന്നതാണ്. അവരെ നമുക്ക് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് അസിസ്റ്റൻറ്റിനോട് ലിന്ന് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ആൻ ആണെങ്കിലോ വളരെ അപ്സെറ്റാണ്. ഇതേ സമയം അവൾക്ക് ലിന്നിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. അവൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൾ ഇന്ന് അവനെ കണ്ടതിനെ കുറിച്ച് ചോദിക്കുവാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും അവൾ അവന് ഒന്നും തന്നെ മറുപടിയായി നൽകുന്നില്ല. അങ്ങനെ ലിന്നിൻ്റെ ഓഫീസിൽ അവൻ്റെ ബ്രദർ സ്ഥാനം ഏറ്റെടുക്കാൻ വരുന്നതും ലിൻ അവിടെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുന്നുണ്ട്. അവൻ്റെ ബ്രദർ അവനെ കാണുന്നതും വളരെ സ്നേഹത്തിൽ അവനോട് സംസാരിച്ചതും ലിൻ അവനെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അവൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ബ്രദറിൻ്റെ എല്ലാ കള്ളക്കളികളും അവൻ പൊളിക്കുന്നുണ്ട്. അപ്പുറത്ത് ആൻ ആണെങ്കിലോ ഇപ്പോഴും അവൾ കണ്ട കാഴ്ചയിൽ നിന്ന് റിക്കവർ ആയില്ല. അവൾക്ക് ലിൻ അവിടെ ഇല്ലാത്തതിനാൽ തന്നെ അവനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവൾ അവനെ തന്നെ ഓർത്തിരിക്കുകയാണ്. ഇതേ സമയം ലിന്നും ആനിൻ്റെ കൂടെ അവൻ എടുത്ത ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കിയിരിക്കുകയാണ്. അവൻ അവൾ അയച്ച മെസ്സേജ് എടുത്തു നോക്കുമ്പോൾ അതിന് ഒരു റിപ്ലൈയും വരാത്തതിനാൽ തന്നെ അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആനിന് അവൾ വരുന്ന വഴിയിലെ ലൈറ്റും CCTVയും എല്ലാം ഉള്ളത് കണ്ട് ഇത് ലിന്നിൻ്റെ പണിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ അത് സംശയമൊന്നും ആയിരുന്നില്ല. അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ലിൻ ചെയ്തത് തന്നെയാണത്. പിന്നെ നമ്മൾ കാണുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിൻ്റെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നതാണ്.
അവനെ കണ്ടതും ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടാണ് ആൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവനാണെങ്കിലോ അവൾക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവളെ ചെറുതായിട്ടൊന്ന് സ്ട്രോങ് ആക്കി എടുക്കുന്നുണ്ട്. അവളുടെ അമ്മയെ അവൾക്ക് നഷ്ടമായപ്പോൾ അവളുടെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്രദറായിരുന്നു. അതിനാൽ തന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒന്നാണിവൻ. അടുത്തതായി നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. ആനും അവളുടെ ബ്രദറും സംസാരിച്ചിരിക്കുന്നത് ആരോ അവന് ഒരു ഫോട്ടോ ആക്കി അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് ലിൻ. അങ്ങനെ പിറ്റേ ദിവസം ബസ്സിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ആൻ. അവൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവൾ ലിന്നിനെ നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ലിന്നാണെങ്കിൽ അവളെ അകലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതവൾ ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും അവൾ നേരെ പോകുന്നത് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം യാതൊരു ബന്ധവുമില്ലാത്ത ആൻസറാണ് ആൻ പറയുന്നത് എങ്കിലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നാളെ തന്നെ ജോയിൻ ചെയ്യുക എന്നവർ പറഞ്ഞതും നാളെ എനിക്ക് പറ്റില്ല, നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുമ്പോൾ ഇതിപ്പോൾ ആർക്കു വേണ്ടിയാണ് ജോലി എന്ന കണക്കിനാണ് ഇന്റർവ്യൂ ചെയ്തവർ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആനിനെ അവളുടെ ബ്രദർ, അതായത് അവളുടെ സ്വന്തം ബ്രദറൊന്നുമല്ല, അവർ തമ്മിലുള്ള യഥാർത്ഥ റിലേഷൻ ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൾക്ക് അവനൊരു ബ്രദർ ആണെങ്കിലും അവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ട് അവിടെ ഉള്ളവരെല്ലാം അവർ കപ്പിൾസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവളുടെ ഭംഗിയിൽ എല്ലാവരും ഒന്ന് നോക്കി നിന്നു പോകുന്നുണ്ട്. എന്തിന്? ലിൻ്റെ ബ്രദർ ആ പാർട്ടിയിലുണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും പരിചയപ്പെടണമെന്ന് കരുതുന്നുണ്ട്. ഇതേ സമയം ലിൻ അവൻ്റെ ഓഫീസിലാണ്. അവൻ നമ്മുടെ ആനിൻ്റെ ബ്രദറില്ലേ, അവനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അവനും ആനും തമ്മിൽ എന്താ ബന്ധമെന്നൊന്നും ലിന്നിനറിയില്ലല്ലോ. എന്തൊക്കെയായാലും അവന് കിട്ടിയ ഓരോ അവാർഡ്സൊക്കെ കണ്ട് നമ്മുടെ ലിന്നിന് കുറച്ചൊന്നുമല്ല ജലസടിക്കുന്നത്. ഇതേ സമയം അവൻ്റെ സെക്രട്ടറി പറയുമ്പോഴാണ് പാർട്ടി ഉള്ളതിനെക്കുറിച്ച് അവൻ ഓർക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ പാർട്ടിക്ക് പോകുവാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. പാർട്ടി നടക്കുന്നിടത്താണെങ്കിലോ ലിന്നിൻ്റെ ബ്രദർ ആനുമായിട്ടൊന്നടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കുന്ന ആൻ അധികമൊന്നും അവനോട് സംസാരിക്കുവാൻ വേണ്ടി നിൽക്കുന്നില്ല. ഈ സമയമാണ് ലിൻ വരുന്നത്. അവൻ നേരെ വരുന്നത് ആനിൻ്റെ അടുത്തേക്കാണ്. അവൾ അവനെ കണ്ടതും അവനെ വിളിക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത കണക്കിനാണ് അവൻ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവസാനം അവൻ അവളെ ഡാൻസ് കളിക്കുവാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൻ അവളോട് അങ്ങനെ പെരുമാറിയതിനാൽ തന്നെ ദേഷ്യം വന്ന ആൻ അവൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇതേ സമയം സിൻ എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് ആനിൻ്റെ ബ്രദറിൻ്റെ സഹോദരിയാണ് അവൾ. അവൾ ലിന്നിൻ്റെ കൂടെ ഡാൻസ് കളിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. രണ്ടുപേരും വേറെ ആളുകളുടെ കൂടെയാണ് കളിക്കുന്നതെങ്കിലും ആൻ ലിന്നിനെയും അവൻ തിരിച്ചും അവളെയുമാണ് ശ്രദ്ധിക്കുന്നത്. ഡാൻസിനിടെ ലിന്നിൻ്റെ ബ്രദർ സംസാരിച്ച് അവസാനം അവളുടെ ഫാമിലി മാറ്ററിലേക്ക് എത്തിയപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവളുടെ തന്നെ ഫ്രണ്ട് അവളുടെ മുഖത്തോട്ടായി ബിയർ ഒഴിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന തർക്കത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവളുടെ ബ്രദർ എന്ന് വിളിക്കാറില്ലേ, അവൻ്റെ അച്ഛൻ്റെ അഫെയറിലുണ്ടായ മകളാണിത്. തർക്കത്തിനിടെയാണെങ്കിലും അവളുടെ അച്ഛൻ തന്നെ അത് എല്ലാവരുടെയും ഇടയിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. ആരും തന്നെ എൻ്റെ കൂടെ വരേണ്ടതില്ല, ഇതെൻ്റെ ഫാമിലി മാറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആൻ അവിടെ നിന്ന് നേരെ പോകുന്നത് അവളുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അവരുടെ സംസാരത്തിനിടെ എന്തോ ഒരു തർക്കമുണ്ടായി ആൻ അവിടെ വീഴുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ എല്ലാ തവണത്തെ പോലെയും ലിൻ അവിടെ വന്ന് അവളെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ സഹോദരിയെ നീ നന്നായി തന്നെ നോക്കണം എന്ന കണക്കിന് അവൾക്കാരുമില്ലാത്തതിനാൽ തന്നെ അവളുടെ ബ്രദർ ലിന്നിനോട് പറയുന്നുണ്ട്. അങ്ങനെ ലിൻ ആനിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.